ഹായ് മക്കൾസ്, അവനെ മിസ്സാണ്. അപ്പോൾ മിസ് എന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. മക്കൾ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് അല്ലേ, ക്ലാസ് 5ൽ നിന്ന് ക്ലാസ് 6ലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ്, നിങ്ങളുടെ സബ്ജക്റ്റിൽ യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ, നിങ്ങൾ സബ്ജക്റ്റിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ബേസിക് സയൻസ് അതുപോലെ തന്നെ ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, പിന്നെന്താ ഹിന്ദി അറബിക് ഒക്കെ ഉണ്ടാവും അല്ലേ, സംസ്കൃതം ഒക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ച അതേ സബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ മാറുന്നത്. ബട്ട് എന്ത് മാറിയിട്ടുണ്ട് മക്കളെ? പുതിയ ടെക്സ്റ്റ് ആണ് അല്ലേ, പുതിയ ടെക്സ്റ്റ് ആണ്. നിങ്ങൾ ഇതുവരെ ആ ടെക്സ്റ്റ് കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് എന്താണെന്നറിയില്ല, അതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് അറിയില്ല അല്ലേ. നമ്മൾ വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാണ്. അപ്പം മിസ് ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്. അതായത് മക്കളെ, മിസ് മുന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഒന്നുകൂടി ലെവൽ അപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ് വന്നിട്ടുള്ളത്. ബട്ട് എന്താണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഹൗ ടു ലേൺ, നിങ്ങൾ എങ്ങനെ ആ ടെക്സ്റ്റിനെ പഠിക്കണം, ഓക്കെ, നിങ്ങൾ എങ്ങനെ ആ ടെക്സ്റ്റിനെ കാണണം. നിങ്ങൾ ഇങ്ങനെ വലിയ ബേർഡനായിട്ട് ഭയങ്കര ഭാരമായിട്ടൊന്നും ആ ടെക്സ്റ്റിനെ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ 5ാം ക്ലാസ് 4ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്താണ്, ഇത്തിരി വലിയ മക്കളായില്ലേ അല്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റും ഒന്നും എന്തായിട്ടുണ്ട്, ഒന്ന് കണ്ടന്റ് ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതുവരെ ടെക്സ്റ്റ് കണ്ടിട്ടില്ല, മിസ്സിന് അറിയാം. അപ്പം മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, മിസ്സിൻ്റെ സബ്ജക്റ്റ് ബേസിക് സയൻസ് ആണ്, അങ്ങനെയല്ല, ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏതൊരു ക്ലാസ് ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വേണമെന്നറിയോ, പഠിക്കാൻ വേണ്ടി പഠിക്കാൻ പാടില്ല, നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കണം. മനസ്സിലായോ? അതായത് ഇപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വായിച്ച് പഠിക്കാൻ പാടില്ല. അപ്പം നമുക്ക് ആ സബ്ജക്റ്റ് വലുതായിട്ട് തോന്നും, ആ ഒരു കണ്ടന്റ് വലുതായിട്ട് തോന്നും, ഇതെന്താ ഇത്ര പഠിച്ചിട്ട് തീരാതെ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ എന്ത് വേണം, ഒരാളെ പഠിപ്പിക്കുന്ന പോലെ ഒന്ന് ആ ടെക്സ്റ്റ് ഒന്നും എടുത്ത് പറഞ്ഞു നോക്കി, അല്ലെങ്കിൽ വായിച്ച് നോക്കി, അല്ലെങ്കിൽ ആ പഠിപ്പിക്കാനുള്ളത് ഇപ്പോൾ മുന്നിലൊരാളുണ്ട്, അയാൾക്ക് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ്, നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡല്ലേ നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് ഒരാൾക്ക് ഇപ്പോൾ നിങ്ങളെ ഫ്രണ്ടിന് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്താണ്, നമ്മളിങ്ങനെ കൈ വെച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കൂലേ, ഇത് ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് പോയി, ഇത് അപ്പോൾ ഇത്ര ദൂരെ ഉള്ളുവായിരുന്നു എന്താ, അല്ലെങ്കിൽ അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട വഴികളിലൂടെ നിങ്ങൾ എന്താണ് ആ ഒരാൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കൂലേ അല്ലേ. അതായത് ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ടൈമിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. എന്താണ്, ഏറ്റവും എളുപ്പത്തിൽ അയാൾക്കത് മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലേ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിക്കരുത്, പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുക കേട്ടോ. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് മുന്നിൽ ഒരാൾ ഉണ്ട് എന്ന് വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരാൾ മുന്നിൽ ഉണ്ട് എന്ന് വെച്ചിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, അതാ മിസ് ഇങ്ങനെയാ പറഞ്ഞത്, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു നോക്കി, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കും. നിങ്ങൾ ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പം ആ ഒരു പഠിച്ച കാര്യം നിങ്ങൾക്ക് മറന്നു പോവേയില്ല കേട്ടോ. നിങ്ങൾ പഠിപ്പിച്ച കാര്യം ഒരിക്കലും നിങ്ങൾ മറക്കില്ല, 100% ഷുവർ ആണ്. ഓക്കെ, അപ്പോൾ മിസ്സിനെ വിശ്വസിച്ചോളൂ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് നമ്മൾ വ്യത്യസ്തരാണ് അല്ലേ, എല്ലാ ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരിക. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അത് മിസ് ഇപ്പം ഇതെന്നെ പഠിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പഠിക്കണം എന്നൊന്നും മിസ് പറയില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പഠിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് എന്താണ്, കുറേ ആൾക്കാർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. മിസ്സൊക്കെ പഠിക്കുന്നൊക്കെ ടൈമിൽ മിസ്സൊക്കെ ഇങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുമ്പോൾ നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, അത് മറന്നു പോകും നമ്മളല്ലേ. നമ്മൾ ഒരാൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഒരിക്കലും മറക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊരു കാര്യം പഠിക്കുകയാണ് അല്ലേ, ആ കാര്യം ഒരു 2 ആഴ്ച ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ബട്ട് ഒരു 3 മാസം മുന്നേ കണ്ട ഫിലിം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ. എന്തുകൊണ്ടാണ്, നിങ്ങളത് ഇഷ്ടത്തോടു കൂടി കണ്ട സാധനമായിരിക്കും. അല്ലെങ്കിൽ എന്താ, ഈ പഠിക്കൽ ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവുക. ഓ, എങ്ങനെയെങ്കിലും എക്സാമിന് മാർക്ക് വാങ്ങണ്ടേ, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയില്ല, ഇങ്ങനെയൊക്കെ ആലോചിച്ചായിരിക്കും നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവുക. നമ്മൾ എന്ത് വേണം, നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനൊക്കെ ഇഷ്ടത്തോടെ കാണാൻ വേണ്ടി ശ്രമിക്കണം. മനസ്സിലായോ? നമ്മൾ പറയില്ലടാ, ഇപ്പോൾ ഭംഗി ഉള്ളത് കൊണ്ടല്ല ഇഷ്ടം തോന്നുന്നത്, ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമുക്ക് ഭംഗി തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് മാത്സ് ഭയങ്കര ടഫാണ്, പ്രശ്നമില്ല, നമുക്ക് മാത്സ് ഈസിയാണ്, നമുക്ക് മാത്സ് ഓക്കെ ആണ്, എനിക്ക് മാത്സിൽ പുലികളാവണമെന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ആ ഒരു മാത്സിനെ കണ്ടു നോക്കി, സിമ്പിളായിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് മിസ് പറഞ്ഞത്. ആദ്യം നിങ്ങൾ എന്ത് വേണം, പഠിക്കാൻ വേണ്ടി പഠിക്കാൻ പാടില്ല, പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കണം. രണ്ടാമത്തെ എന്താ പറഞ്ഞത്, ഇഷ്ടത്തോടു കൂടി എല്ലാ
സബ്ജക്റ്റിനെയും കാണാൻ ശ്രമിക്കണം. ഇനി എന്താണ്, നമ്മളെല്ലാവരും ഒരേപോലെ അല്ലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓരോ സബ്ജക്റ്റിന് എന്താണ് ചിലപ്പോൾ എന്താണ് മാത്സ് കുറച്ച് ടഫായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ബേസിക് സയൻസ് കുറച്ച് ടഫായിരിക്കും. കുഴപ്പമില്ല, എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പ്രശ്നമുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ, ടഫായ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അതിന് കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? ടഫായ സബ്ജക്റ്റ്, ടഫ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റേ ഇല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കാൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അതിനോട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ കൂടുതൽ സമയം അതിലേക്ക് ചെലവഴിക്കാൻ ശ്രമിക്കണം. അതിനെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കണം. അതിനോട് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ എന്തായിരിക്കും എന്നറിയോ, അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സബ്ജക്റ്റ് നമ്മളെ കയ്യിൽ നിൽക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പം മക്കളെ ഈ ഒരു മിസ് പറഞ്ഞു കേട്ടോ. മിസ് പറഞ്ഞത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൊന്നും മിസ് പറയില്ല. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. പക്ഷേ ഈ ഒരു 3 മെത്തേഡ് എന്താണെന്നറിയോ, എല്ലാവർക്കും എഫക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അതുകൊണ്ടാണ് മിസ്സിൻ്റെ മക്കൾക്ക് മിസ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യുക, പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കി. ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത് ഈസി ആയിട്ട് നമുക്ക് എന്താ, അതിന് നമുക്ക് ഈസി ആയിട്ട് നമ്മളെ കൈകളിൽ നിൽക്കും നമ്മളെ സബ്ജക്റ്റ് അല്ലേ. നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ എക്സാം എഴുതണം, ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഈസി ആയിട്ട് നമുക്ക് എക്സാമിൽ എഴുതാൻ പറ്റും. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ്, നമ്മൾ എക്സാം എഴുതി മാർക്കിന് വേണ്ടി മാത്രമൊന്നല്ല നമ്മൾ പഠിക്കുന്നത്. എന്തിനു വേണ്ടി കൊണ്ടാണ്, നമ്മൾ ആ കാര്യങ്ങൾ മൊത്തം നമുക്ക് അറിയണം അല്ലേ. മറിച്ച് എന്താ മക്കളെ, അതായത് കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എക്സാം എഴുതാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതും മോശമാണ്. നമുക്ക് എന്ത് വേണം, നമുക്ക് എല്ലാ മിനിമത്തിൽ നിൽക്കണം അല്ലേ. നമുക്ക് എല്ലാ മിനിമത്തിൽ നിൽക്കണം. ഒന്നും ബോറാവാൻ പാടില്ല. അതായത് ഒന്നിന് മേല അല്ലെങ്കിൽ എക്സാമിന് താഴെ നന്നായിട്ട് കാര്യങ്ങൾ അറിയാമെന്ന് കാര്യമുണ്ടോ. മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഗ്രേഡ് കിട്ടും. നമുക്ക് മാർക്കിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. മാർക്കിനും അതുപോലെ നമുക്ക് അതിനോടുള്ള അറിവിനും കൂടി വേണ്ടിയിട്ടല്ലേ. രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപോലെ ബാലൻസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോടാ? അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ക്ലാസ് 6 സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ. അതായത് May 14 കണ്ടോ, May 14 നമ്മൾ സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ട. നമ്മളെ ഫാക്കൽറ്റീസ് എജുപോർട്ടിലെ എല്ലാ ഫാക്കൽറ്റീസും മക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ എന്താണ് റെഡിയാണ്. മിസ്സി പറഞ്ഞ പോലെ കുറേ മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് നമ്മളെ ആപ്പ് ത്രൂവിലെ ക്ലാസ്സിലൂടെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഒരു കാരണവശാൽ നിങ്ങൾ പേടിക്കേണ്ട, നമ്മളുണ്ട്. എന്ത് ചെയ്യാം, നമുക്ക് വേഗം തന്നെ നിങ്ങൾ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ വേഗം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ റെക്കോർഡ് ക്ലാസ്സും ലൈവ് സെഷൻസും ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മൾ സൂപ്പർ ബാച്ചിലേക്ക് മക്കളെ എല്ലാവരും കേട്ടോ, എല്ലാ മക്കളെയും മിസ് വെൽക്കം ചെയ്യാണ്. ഓക്കെ, നമുക്ക് ആപ്പിലൂടെ കാണാം അല്ലേ. ഓക്കെ, ബൈ.